ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് ഇവനെ കണ്ടതിന് തന്നെ തിരിഞ്ഞിട്ടുണ്ടാവും നമ്മൾ എന്ത് പർപ്പസിനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് തത്തയെ ടേൺ ചെയ്യിക്കുക, ഒരാഴ്ചയെ കൊണ്ട് തന്നെ എങ്ങനെ തത്തയെ പരിശീലിപ്പിക്കാൻ എന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനുള്ള 5 ടിപ്സാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈമിലുള്ള എന്താണ് ബേർഡ്സ്, തത്തയാണെങ്കിൽ തത്ത, ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ആണെങ്കിൽ ആഫ്രിക്കൻ ലവ് ബേർഡ്സ്, പിന്നെ ലവ് ബേർഡ്സ് ആണെങ്കിൽ ലവ് ബേർഡ്സ്, അതിന് നമ്മൾ ഉചിതമായിട്ടുള്ള പേര് ഇടുക എന്നുള്ളതാണ്. അത് നമ്മൾ ആദ്യം വേണ്ടത് 2 അക്ഷരമുള്ള പേര് ഇടാൻ പാടില്ല. 2 അക്ഷരമുള്ള പേര് എന്ന് പറഞ്ഞാൽ ആ തത്തക്ക് നമ്മൾ ഇടുന്ന ബേർഡ്സിന് പെട്ടെന്ന് ആ പേര് ക്യാപ്ചർ ചെയ്യാൻ പറ്റണം. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനിട്ടത് ചിന്നു എന്നാണ്. അപ്പോൾ ഇങ്ങനെ മിട്ടു, പിന്നെ കുട്ടു, അങ്ങനെ ഇഷ്ടമുള്ള 2 ഇത് വരുന്ന ഏത് പേരും ഇടുക. അപ്പോൾ ആ പേരിടുമ്പോൾ അത് പെട്ടെന്ന് ഒരാഴ്ച നമ്മൾ പേര് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പെട്ടെന്ന് നമ്മളെ ആ പേര് ക്യാപ്ചർ ചെയ്തിട്ട് നമ്മൾ വിളിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് നമ്മൾ ഉചിതമായിട്ടുള്ള ഒരു പേര് കണ്ടെത്തുക. രണ്ടാമത്തേത് എന്ന് പറയുന്നത് നമ്മളെ കെയറിങ് ആണ്. കെയറിങ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ വളരെ നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യുക, ഒരു ദിവസം നമ്മൾ നല്ലോണം അതിനെ ഇതാക്കി അതിൻ്റെ അടുത്തെല്ലാം പോയി സംസാരിച്ച് പേരൊക്കെ വിളിച്ച്, രണ്ടാമത്തെ ദിവസം പിന്നെ നമ്മൾ അതിനോട് പോകാൻ അതിനെപ്പോഴും നമ്മളെ പ്രസന്റ് ആവശ്യമായിട്ട് വരും. ആദ്യം നമ്മളോട് ഒരു അവോയ്ഡ് കാണിക്കാൻ ഒരു പേടിയിലായിരിക്കും. പിന്നെ നമ്മൾ എപ്പോഴും പോയിട്ട് ഇതാകുമ്പോൾ പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ അടുത്ത് പോകാൻ നിൽക്കുമ്പോൾ അതിനെന്താവും, ഒരു ഡിപ്രഷൻ പോലെയാവും. അപ്പോൾ നമ്മൾ ഒരിക്കലും ഉണ്ടാക്കി കൊടുക്കരുത്. നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, അതിൻ്റെ അടുത്ത് പോയിട്ട് അതിനെ കയ്യിലൊക്കെ എടുത്ത് ഒരു 1-2 മണിക്കൂർ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ 15 മിനിറ്റെങ്കിലും അതിൻ്റെ അടുത്ത് നമ്മൾ ചെലവഴിക്കണം. എന്നാലാണ് അത് നല്ല രീതിയിൽ നമുക്ക് ടേംഡായിട്ട് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ വളരെയേറെ ടേംഡാക്കിയിട്ട് കൊണ്ടുവരണമെങ്കിൽ നല്ല കെയറിങ് നമ്മളെപ്പോഴും ആഴ്ചക്കല്ല ഡെയിലി നമ്മളൊരു 1-2 മണിക്കൂർ അതിനെ കെയർ ചെയ്യുന്നതാണ്. അപ്പോൾ മൂന്നാമത്തെ എന്ന് പറയുന്നത് ഫുഡാണ് മൂന്നാമത്തെ മെയിനായിട്ടുള്ള ഘടകം. ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ നമ്മളെ വളർത്തുന്ന ബേർഡാണെങ്കിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും പെറ്റ്സ് ലൈഫാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ പെറ്റ്സ് ലൈഫാ നിങ്ങൾക്ക് വേറെ ഉള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ തന്നെ കൊടുക്കുന്ന മറ്റ് ബ്രാൻഡിന്റെ ഫുഡുകളുണ്ട്. അത് നിങ്ങൾക്ക് ആമസോണും ഫ്ലിപ്കാർട്ടിലും നോക്കിയാൽ കിട്ടും. അപ്പോൾ ചെറുപ്പത്തിൽ ഇത് നല്ല വിറ്റാമിനുള്ള ഫുഡാണ്. നമ്മളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ഈ മുത്താറി, അമൃതപ്പൊടി അതൊന്നും കൊടുക്കാൻ പാടില്ല. ഇത് വിറ്റാമിൻ കിട്ടാണ്ട് ദഹിക്കാണ്ടാവും. ഈ ബേർഡ്സിന് ദഹിക്കാണ്ട് വളരെ പെട്ടെന്ന് തന്നെ ചത്തുപോകാനുള്ളൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരിക്കലും അങ്ങനെയൊന്നും കൊടുക്കരുത്. ഇതിന് 250, അര കിലോന് 250-400 ആ റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ പെറ്റ്സ് ലൈഫ് മറ്റേ ബ്രാൻഡിന്റെ ഫുഡ് കൊടുക്കാൻ പാടും. പിന്നെ കുറച്ച് വണ്ണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സ്, ധാന്യങ്ങളെല്ലാം കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇലവർഗ്ഗങ്ങളായിട്ട് മുരിങ്ങേന്റെ ചപ്പ്, പിന്നെ ചെറിയ പൂവ്, ചെമ്പരത്തി പൂവിന്റെ എല്ലാ ഇതും ഇത് ഭക്ഷിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫുഡിലൊക്കെ നിങ്ങൾക്ക് ഏത് രൂപത്തിൽ എല്ലാ ഫുഡും കൊടുക്കുക. പിന്നെ വീട്ടിൽ ആക്കിയ ഭക്ഷണം, ചോറ് അങ്ങനത്തെ എല്ലാം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കുറച്ചേ കൊടുക്കാവൂ. അത് ദഹിക്കാണ്ട് അത് ചത്തുപോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫുഡ് വളരെ ശ്രദ്ധിക്കുക. മൂന്നാമത്തത് ഫുഡാണ്. അപ്പോൾ ഫുഡ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കൊണ്ടുപോകുക. എന്നാലേ അതിൻ്റെ വിറ്റാമിനും അതിൻ്റെ ആരോഗ്യവും അതിൻ്റെ കളറൊക്കെ കറക്റ്റായിട്ട് വരും. അപ്പോൾ മൂന്നാമത്തത് ഫുഡാണ്. അപ്പൊ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും രാവിലെകളിൽ പകൽ സമയങ്ങളിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാം, ബേർഡ്സിനെ നമ്മൾ ഒരിക്കലും കൂട്ടിലിടാൻ പാടില്ല. കൂട്ടിലിട്ട് കഴിഞ്ഞാൽ നമ്മളുമായിട്ട് അത്ര അറ്റാച്ച്മെന്റ് വരില്ല. നമ്മളിപ്പോൾ ഭക്ഷണമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കൂട് തുറന്നാൽ പെട്ടെന്ന് പുറത്തേക്ക് പറന്നു പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, വീട്ടിൽ ഏതെങ്കിലും ഒരു റൂമിലോ അങ്ങനെ നമ്മളുമായിട്ട് അടുത്തുള്ള അല്ലെങ്കിൽ കൂട്ടിലാക്കി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു
10-15 മിനിറ്റ് നമ്മൾ കൈമേലൊക്കെ കൊണ്ടാന്ന് അതിനെ എന്ത് ചെയ്യുക, നമ്മളുമായിട്ട് അടുപ്പിക്കുക. ഫുൾ ടൈം കൂട്ടിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ കൂട്ടിലിരുന്ന് ഒരു ഡിപ്രഷൻ അടിച്ച് പെട്ടെന്ന് കൂട് തുറക്കുമ്പോൾ പുറത്തേക്കൊക്കെ പറന്നു പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരിക്കലും കൂട്ടിലിട്ട് ഫുൾ ടൈം പകല് കൂട്ടിലിട്ട് വളർത്താതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ 5ാമത് എന്ന് പറഞ്ഞാൽ ഹാൻഡ് ഫീഡിങ് ആണ്. ഹാൻഡ് ഫീഡിങ് കൊടുത്തിട്ട് തന്നെ വളർത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പുറത്തേക്ക് തന്നെ പറന്നു പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് തിരിച്ചു വരാൻ ഭയങ്കര പാടായിരിക്കും. ഇതാക്കിയിട്ട് ഹാൻഡ് ഫീഡിങ് കൊടുത്ത് നമ്മളുമായിട്ട് വളരെ വേഗം അറ്റാച്ച്ഡ് ആവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ ഇത് സൺഫ്ലവർ സീഡാണ്. സൺഫ്ലവർ സീഡും എല്ലാ ഫുഡും നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാൻഡിൽ തന്നെ കൊടുക്കുക. അന്നേരം തന്നെ നമ്മൾ വളരെ ഏറെ ടൈം ഉണ്ടാവും, നമ്മളുമായിട്ട് അടുത്ത പരിചയം. പിന്നെ തത്തക്ക് നമ്മളുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആവും. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് പേടിക്കുകയാണ്. അപ്പോൾ ഹാൻഡ് ഫീഡിങ് ആണ് മെയിൻ ആയിട്ട്. ഹാൻഡ് ഫീഡിങ് ചെയ്യുമ്പോൾ തത്ത കുറച്ചുകൂടി നമ്മളോടായിട്ട് അറ്റാച്ച്ഡ് ആവും. അപ്പൊ ഇതാണ് 5ാമത്തെ കാര്യം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെ ബേർഡ്സും ഇതേപോലെ ടേംഡ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞ ഇതേ കാര്യങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് എന്തായാലും രസമാണ്. നിങ്ങളെ ബേർഡ്സും ഇതേപോലെ ഇതാക്കണം. നിങ്ങൾക്കൊന്നും ഒരു സംശയം ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ കമന്റ് ചെയ്യുക. നമ്മളെ വീഡിയോ എന്തായാലും നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ബെല്ലൈക്കണിൽ അടിച്ചു പൊടിച്ച് നമ്മൾ പരമാവധി സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഒരു ലവ് ബേർഡ്സിനെയും കൂടി വാങ്ങിയിട്ടുണ്ട് പുതുതായിട്ട്. അപ്പോൾ അതിനെ എങ്ങനെ ടേം ചെയ്യിക്കേണ്ട, അതിന്റെ ഇത് കെയറിങ്ങും, ഒരു ലവ് ബേർഡ്സിനെ എങ്ങനെ വളർത്താം, ഒരു കോളനി സിസ്റ്റത്തിൽ എങ്ങനെ വളർത്താം എന്നുള്ള വീഡിയോയിലായിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ നമ്മളെ പരമാവധി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ അപ്ഡേറ്റുമായിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ ടാറ്റ ബൈ.